വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വ്ളോഗിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് മൂസിനാട് വീട്ടിലൊന്ന് കൂടിയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ദിവസം ഫുഡൊക്കെ വെച്ച് എല്ലാവരും കൂടി ഒന്ന് കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മൾ പെട്ടെന്നുണ്ടായ പ്ലാനാണ്. ഇന്നലെ രാത്രി സംസാരിച്ച് എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നിപ്പോൾ ഫുള്ള് ഫ്രണ്ട്സായിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഇത് തസ്ലിയുടെ വീടാണ്. തസ്ലിയുടെ വീട്ടിൽ വെച്ച് ഫുഡൊക്കെ വെച്ച് കഴിക്കാമെന്നൊക്കെ പ്ലാനുണ്ട്. അപ്പോൾ തസ്ലിയുടെ വീട്ടിൽ ആരുമില്ല, അവളുടെ ഉമ്മയും അപ്പോൾ ഒക്കെ ഗൾഫിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരുമില്ല. അപ്പോൾ വീട് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞങ്ങളോട് ഇവിടെ ഫുഡൊക്കെ വെച്ച് കഴിച്ചോളാൻ പറഞ്ഞ് അവളുടെ ഉമ്മ വിളിച്ച് കുഴപ്പമൊന്നുമില്ല, സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡൊക്കെ വെച്ച് അങ്ങനെ കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഞാനും തസ്ലി ഇവിടെ എത്തി. ഞാൻ തസ്ലീനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയൊക്കെ ക്ലീനൊക്കെ ആക്കി ഇനിയിപ്പോൾ അതേ ഞങ്ങൾ ഫുഡിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ആദ്യം തസ്ലി കഴിയുള്ളൂ. ഇപ്പം സാധനങ്ങളൊക്കെ അവർ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ആദ്യം സവോള സെറ്റാക്കുക, തൊലിയൊക്കെ ഒഴിച്ച് അവരൊക്കെ കട്ട് ചെയ്തോളും. അല്ല കട്ട് ചെയ്യൂലല്ലോ, നമ്മ കട്ട് ചെയ്യണ്ടേ? നമ്മ കട്ട് ചെയ്തൊക്കെ കൊടുത്താൽ മതി, അവർ വെച്ച് തന്നോളും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ സാധനങ്ങളും അവർ വാങ്ങിക്കൊണ്ട് വന്നു. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. അരി പാപ്പൂനൊക്കെ അവർക്കൊക്കെ ഇതൊക്കെ വെക്കാനൊക്കെ നല്ല അറിയാലേ. നീ ബില്ലിട്ടെടുത്തതാ? കോൺഫ്ലവറൊക്കെ എന്തിനാ? ചിക്കൻ പൊരിക്കാനാ? ഇഞ്ചി പച്ചമുളകില്ലേ, പച്ചമുളക് ഉണ്ടല്ലേ. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ ഇത് റെഡി ആക്കിയിട്ട് കാണാം. തസ്ലി കറക്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ കത്തി തസ്ലി കൊണ്ടുപോയാ ആരിന് ലൈറ്റുമ്മ കളിക്കണേ? ചിക്കൻ തസ്ലി കഴിക്കൊണ്ടിരിക്കുന്നു. എക്സ്പേർട്ട് അല്ലേ? ജമീല് വെളുത്തുള്ളി സെറ്റാക്കി ഇതിനായിട്ട് കളിക്കുന്നു. സവോള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടാല് കണ്ണ് നിറയില്ല എന്ന് പറയുന്നുണ്ട്. പാപ്പുന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. സീമനോടെ കണ്ണ് നിറഞ്ഞിട്ട് പോയിട്ടാ. സ്വർക്കൊഴിച്ചൊരി എന്ത് മതി? ആരകണ്ട എവിടെ ചിക്കൻ അവിടെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയ ഇത് ചിക്കനൊക്കെ. ഇത് ബിരിയാണികൾ കഴിക്കണല്ലേ? ബിരിയാണികൾ അതിനേഷനല്ലേ അപ്പൊ ഒരു കുറവുണ്ടാവും. എത്ര നാളിന് വേണ്ടത്? തക്കാളി ഇതിലുണ്ട്. ഇത് കച്ചം പറഞ്ഞല്ലേ? അറിയോ? ഫസീജ വരാനുണ്ട്. അപ്പോൾ ഫസീജാനെ വിളിക്കാൻ വേണ്ടി ഞാൻ പോണ്. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. കണ്ട ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരെയും കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ഫസീജാനെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസീജാനെ വിളിക്കാൻ ഈ റോഡിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത്. അവൾക്ക് ഈ വഴി കറക്റ്റ് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫസീജ വന്നിട്ടുണ്ടോ നോക്കാം. ഫസീജാനെ വിളിക്കാൻ വന്നിട്ട് ഫസീജ അവിടെ എത്തിയിട്ടില്ല. ഫസീജ കുറച്ച് ടൈം എടുക്കുന്ന പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ അവളെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ എല്ലാവരും കൂടാന്ന് പറഞ്ഞത്
എപ്പോഴെപ്പോഴും ഇങ്ങനെ കൂടാന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഫുഡൊക്കെ വെച്ച് കൂടാന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയും. പക്ഷെ അങ്ങനെ കൂടാൻ പറ്റാറില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ആ ഒരു ടൈമൊക്കെ വന്നിട്ടുള്ളത്. ഞങ്ങൾ ടോട്ടൽ ഒരു 8 പേര് 9 പേരുണ്ടെന്നാണ് തോന്നണേ. ഓരോരുത്തർ വരുന്നുള്ളൂ. പ്രഗ്നൻ്റ് ആയിട്ടുള്ള മൂസിനയുടെ ഒരാഗ്രഹം കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എല്ലാവരും കൂടി കൂടാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങളെല്ലാവരും കെട്ടിച്ചു കൊടുത്തുന്ന എല്ലാവരും അവരാരെ വീട്ടിലുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹസ്ബൻഡൊക്കെ എല്ലാവരും ഹസ്ബൻഡ്സൊക്കെ ഫുൾ സപ്പോർട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടണം. കാരണം ഫുൾ നമ്മ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ അതേപോലെ തന്നെ കീപ്പ് ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട്. അൽഹംദുലില്ലാ ഇതേപോലെ തന്നെ പോട്ടെ അങ്ങനെ വിചാരിക്കുന്നത്. ടൈമൊക്കെ ഇപ്പോഴല്ലേ എൻജോയ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതിൽ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവരെയും വെഡ്ഡിങ് കഴിഞ്ഞ്, ഗേൾസ് എല്ലാവരെയും വെഡ്ഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ കുട്ടികളുള്ളവരും ഉണ്ട്. പക്ഷെ അവരൊക്കെ കുട്ടികളൊക്കെ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതും ഒരു രസമല്ലേ. കാരണം ഈ ടൈമിലൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇനി എപ്പോഴല്ലേ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി കാണാം. അവരൊക്കെ അവിടെ ഫുഡൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലത്തെ ഓരോ ക്ലിപ്സിലൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് അവിടെ നടക്കണതെന്ന് ഇനി ഫസീജാനെയും കൊണ്ട് ചെന്നിട്ട് ബാക്കിയാണ്. അയാനോ ഇതിന് ഫസീജയുടെ ഉണ്ണി കേട്ടോ. ഫസീജാനെ പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഉണ്ണിനെ അങ്ങനെ ആരും കാണാൻ വഴിയില്ല. അതെ, എൻ്റെ സബ്സ്ക്രൈബറും ആണ്. അവനെല്ലാ വീഡിയോയും കാണാറുണ്ടെന്നാണ് കേട്ടോ. അപ്പൊ അവന് പോരൂല എൻ്റെ കൂടെ. ഞാൻ വീട്ടിൽ ഇരുന്നോണ്ട് മുച്ചി വെക്കോന്നറിയും. അയാള് അന്ന് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ട് എനിക്ക് വരണം പറഞ്ഞു പോകുന്നു. അല്ല, നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ട് അവൻ വന്നതാണ് കേട്ടോ. അവനൊരു തീക്കും പോവൂല അത്ര. ഇഷ്ടമാണ് വീഡിയോ കാണാറുണ്ടോ? അങ്ങനെ ഫസീജ വന്ന് അവിടെ സസ്ലി, ഞാൻ, മൂസിന, ഫാസിൽ കറക്റ്റായിട്ട് വന്ന്. ഫാസിൽ എൻ്റെ മൂസിന അടുത്തുണ്ടെന്ന്. പിന്നെ പാപ്പു, ദിനേശ്, പിന്നെ ആയിരുന്നു ഹസീബ്. അങ്ങനെ എല്ലാവരും ഉണ്ട്. ജിസ്ന വരും. ജിസ്ന വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വാ, അതെ ഇവിടെ അജ്മുണ്ട്. ഹായ്, ഇവരുണ്ടാവും ഇവിടെ കളിക്കുന്നുണ്ട്. ദേ ഒരു ഫ്രണ്ടും കൂടെ വന്നിരിക്കണേ. ഇവിടെ വരെ പണികളൊന്ന് പുതിനയില പാപ്പൂടൊന്നും പണി. വെള്ളം കലക്കിയത് ഇവിടെ കിട്ടിയില്ലല്ലോ. ഇതെന്തിനാടാ പാപ്പു? ചിക്കൻ 65 സത്യം പറഞ്ഞുള്ളതൊക്കെ ആയില്ലേ? സസ്ലി 8 ക്ലാസ് എന്നിട്ടാ. എത്ര ക്ലാസ് ആയിട്ടുണ്ട്? 5 പാപ്പുവോ 5 4 5 ഇട്ടാ 4 ഇരിക്കി 8. എന്തിനാ മരുന്ന് കൊടുക്കണ്? പനി ആയതുകൊണ്ടല്ലേ. പനി ആർക്ക്? പനി അവർക്ക് കൊടുക്കാൻ മരുന്ന് കുറച്ച് കൊടുക്കല്ലേ? അസ്മൂന് മരുന്ന് ഇഷ്ട? എന്റെ റബ്ബേ, ഇത് എവിടുന്ന് കിട്ടി? എന്റെ സെൽഫി സ്റ്റിക്ക് എന്റെ സ്റ്റാൻഡാണ്. അതെടുത്ത് പോയിട്ട് മുസിന അതോടെ പനി എടുത്തോട്ടെ.
മുസ്ലിം പണിയെടുക്കാൻ പോണ് മുസ്ലിം അവിടെ ചെന്നിരിക്കി എങ്ങനെ പരിഗണന ഞങ്ങൾക്ക് അവിടെ റെസ്റ്റ് കൊടുക്കാൻ പാടില്ല 7 മാസമായി ഇനി റെസ്റ്റ് കൊടുക്കാൻ പാടില്ലേ അന്നവിടെ നിനക്ക് എന്നാ നീ എനിച്ചോ അവിടെ നോട്ടടി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ലടാ കുഴപ്പമില്ല ഞാൻ കുറച്ച് നേരം എന്നോട് ആരും പറയണ്ട ഞാൻ തന്നെ പോയി കിടന്നു അതിനുള്ള അവസ്ഥ നീ റെസ്റ്റ് എടുത്തോടാ സ്നാ ബാക്കി നീ പസീജന്ന് പണിയെടുക്കട്ടെ അപ്പൊ ഇതിനും അസ്ന റെസ്റ്റ് എടുത്താ ഞാൻ സ്നാ നിനക്ക് എന്താണ് ഇന്നത്തെ കൂടിയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നിന്റെ ആഗ്രഹമായിരുന്നില്ല ഇന്ന് കൂടണമെന്ന് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സത്യം പറഞ്ഞു ഗ്രൂപ്പിലൊക്കെ കുറെ നാളായി നമ്മങ്ങനെ പറയണെങ്കിലും കൂടിയിട്ട് നമ്മ അങ്ങനെ കൂടുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ മിനിയാന്നാ പറച്ചിലുണ്ടായിരുന്നു അത് ഇന്നലെ രാത്രിയല്ലേ നമ്മ ഇതിനെ കുറിച്ച് സംസാരിച്ചേ നമുക്ക് കൂടാന്നുള്ളത് രാവിലെ തൊട്ട് ഇങ്ങനെ സ്റ്റാർട്ടിങ് ആയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും എല്ലാരും ഓണായി നിനക്ക് ഈ പ്രഗ്നൻസിക്ക് ഞങ്ങൾ ഇതൊന്നും നടത്തി തന്നില്ല എന്ന് പറയരുതല്ലോ എന്റെ ഫ്രണ്ട്സ് ആ ഒരു ഇത് എനിക്ക് നടത്തി തന്നില്ല മിനിയാന്നും വന്ന് അതുപോലെ തന്നെ ഇത് കൂടുകയും ചെയ്ത് സെറ്റായി കുട്ടികളെ കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടാ ഈ കുട്ടീനെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരാനെന്ന് അവൻ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ടപ്പോ അവനെ കൊണ്ടുപോണില്ലേന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ അശ്രീ സ്ലോ കാണും അല്ലേ കാണാറുണ്ട് ഇങ്ങനെയുണ്ട് അതൊക്കെ അങ്ങനത്തെ ജസ്റ്റ് ഞാൻ തരുന്നുണ്ട് അപ്പൊ കേക്ക് ഒക്കെ ആയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ തരിക്കണേ ഇഷ്ടമാണോ സത്യാവസ്ഥ എനിക്കുള്ള കൂടെ എടുത്തോടി അത് കഴുകിട്ട് നോക്കാം അല്ല ഈത്തപ്പഴം പിന്നെ കുഴപ്പമില്ലാന്നൊക്കെ പറയണ്ടേ ഞങ്ങളെ കൂടെ കഴിക്കും ഞാൻ പറക്കി തരാം ബിരിയാണിക്കുള്ളതായിക്കൊണ്ടിരിക്കുന്നു മതിയില്ലേ എടുത്തട്ടെ ബിരിയാണിക്ക് ഇത് മതി ഫസ്റ്റിൽ അതൊന്നല്ല മനസ്സിലായി അതിലുണ്ട് ഉപ്പ് കിട്ടി കിട്ടി ഇനി തൈരിനുള്ളത് അവള് പോയി ഈ 2 പാക്കറ്റ് തൈരല്ലേ ഉള്ളൂ ഇല്ലല്ലോ അറിയില്ല ഇത് എന്തായാലും ഒഴിക്കണം ഞാൻ ഉള്ളി കൊണ്ടുവന്നിട്ട് അതിന്റെ ഉള്ളി പറഞ്ഞ സ്പീക്കറിന് ഒരു കംപ്ലൈന്റ് ഇല്ലല്ലോ പ്രായമായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കണ്ടട്ടാ ബോയ്സ് ഒക്കെ ഫുള്ള് പണിയിലാണ് അവര് പണിയെടുക്കട്ടെ കാരണം അവര് കട്ട് ചെയ്ത് തരാൻ നമ്മളോട് പറഞ്ഞത് അപ്പൊ കട്ട് ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഫുള്ള് ഇനി പാത്രം കഴുകൽ പസിജ എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ അപ്പൊ ബാക്കിയുള്ളൊക്കെ ചെയ്ത് കൊടുത്തു ഇനി ഫുള്ള് അവര് അവിടെ പണിയിലാണ് അപ്പൊ അവര് പണിയട്ടെ നമുക്കിവിടെ കുറച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാം പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ കിച്ചണിൽ പോയി നോക്കട്ടെ എന്തായാലും ഫാസിലിനെ കിട്ടിയില്ല നിന്റെ ഷോർട്സ് ഇല്ലേ ഓഹോ അസീബെ പെണ്ണ് നോക്കില്ലേ നിങ്ങക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് എല്ലാവരും സെൽഫി ചോറായിട്ടുണ്ട് കേട്ടോ ഇത് കിട്ടിയിട്ടുണ്ട് ചിക്കൻ കറി ഇവിടെ ആരും തോന്നില്ല മസാല ഞാൻ ഹെൽപ്പ് ചെയ്യാം അയ്യോ വീഡിയോ ഒക്കെ എടുക്കണ്ട ഞാൻ ഇളക്കിക്കോളാം നന്നായിട്ട് കണ്ട് ഇളക്കേ ഇനി ഇവിടെ തന്നെ നിന്നോട്ടോ ശരിയാ കാണില്ല ഒട്ടൂല ഇവരെ ബോയ്സ് ഒക്കെ പിന്നെ ഗൾഫിൽ പോയോണ്ട് പണിയൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റും പാത്രം കഴുകല് ഫുള്ള് പസീജാണ്
അതെ കാണിച്ചരാ അതൊക്കെ ഞാൻ തരും. നമുക്ക് മറ്റേ മസാല ചൂടാറിയാലും പ്രശ്നമേ ചൂട് പറ്റില്ല ആ ഇനി എല്ലാത്തിനും എന്റെ കയ്യിൽ നിന്ന് വേണം. ചിക്കൻ മസാല അതൊക്കെ കഴുകി വെച്ച് ഞാൻ എന്നിട്ടേ ആദ്യം പണി എടുത്തത് അതങ്ങോട്ട് കഴുകി വെച്ച് കോഴയണല്ല ഇതിനേശിന്റെയും പാപ്പുവിന്റെ അടുത്തുനിന്നേ ആ വറുത്ത് വെച്ചത് അങ്ങോട്ട് മാറ്റി വെച്ച് അതിന് ചോറിലിടാൻ ഉണ്ടാവൂല ആ വറുത്ത് വെച്ചിരിക്കണത്. പാപ്പ കരിയുന്നുണ്ട് അവിടെ. എന്ത് ഗർഭിണിയുടെ ബിരിയാണി ഗർഭിണിയുടെ ആ ഗർഭിണിയുടെ പണിയൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ടാ. ഇവിടൊക്കെ ക്ലീൻ ആക്കി പോയിട്ടാ. ഇത് ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ ഉമ്മച്ചിടത് 1-ാം തീയതി ഡോക്ടർ എടുത്തോണ്ടാണ്. അപ്പൊ 1-ാം തീയതി സൺഡേ കാരണം 31-ാം തീയതി പോകും ഞങ്ങൾ. ഇല്ലാണ്ടിരിക്കട്ടെ ഈ മാസം 31 അങ്ങനെ പോവാൻ വിചാരിച്ചിട്ടുണ്ട്. എന്താ പാത്രം എന്ത് പണി കൊടുത്താലും പതിരാക്ക് എന്ത് പണിയും കൊടുത്തോ. പക്ഷെ പാത്രം ലാസ്റ്റ് നീ എന്നെ കഴുകണം. കൂതരാൻ വെച്ചിരിക്കണം. മോർണിംഗ് കളി എടുക്കുന്നുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്യാടാ. ആ അത് ക്ലീൻ ആക്കിട്ട് നേരത്തെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പപ്പടോ ഇതിന്റെ പേരാണ് പപ്പടം. വേറെ മറ്റേ പൈനാപ്പിൾ ഇരിക്കുന്ന പോലെ അവിടെ നിന്ന് അങ്ങനെ കണ്ടേ പപ്പടം പൊരിക്കാൻ. ഇതെന്തിനുണ്ട് ജസ്റ്റ് ഭംഗി ഇപ്പൊ ചിക്കൻ പൊരിച്ച മനൂപിനെ മനൂപ് വിഷമിക്കണം. ഇന്ന് സൺഡേ അല്ലേ അവന് ലീവല്ലേ? ഇന്ന് മൺഡേ ആണല്ലേ? എല്ലാരും കൂടി ഇപ്പൊ ഞാൻ വിചാരിച്ചേ സൺഡേ അല്ലേ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല. പപ്പടം പൊരിക്കാനുള്ള അയ്യോ ഞാന് കട്ട് ചെയ്തൊക്കെ തന്നു. ഞാൻ ഇവിടെ ഫസ്റ്റ് പണി തുടങ്ങിയ കഴിഞ്ഞോ പപ്പടം? ഞാൻ മാറ്റി അതോട്ടിരിക്കും. അത് തന്നെ ചട്ട വന്ന് ഇവിടെ ക്ലീൻ ആക്കാം. ഇനിയിപ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് എല്ലാവരും ഇങ്ങനെ
തളർന്നിരിക്കും. അപ്പൊ ആർക്കും ഇതൊന്നും ക്ലീൻ ആക്കാനുള്ള മനസ്സൊന്നും ഉണ്ടാവുന്നില്ല. വിചാരിക്കും ക്ലീൻ ആക്കണം. അടുക്കളക്ക് വരണം. അതെ, ആ മടിയായിട്ടില്ല, എല്ലാവർക്കും തളർച്ചൊക്കെ ആയിരിക്കും. ഈ വർത്താനം പറഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ ക്ലീൻ ആയില്ലേ? ഇതില് ചോറ് എടുക്കണം. ഇതൊക്കെ ഓൾറെഡി വസീജർ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 3 ടേബിളൊക്കെ ഇവിടുത്തെ കഴിഞ്ഞ് ഇനി ഇവിടെ അടിക്കണം. അതടിക്കട്ടെ. ഇന്നെല്ലാം കഴിഞ്ഞില്ലേ? ഇനി വേറെ ഒന്നും ഇല്ലല്ലോ. ഇന്നെല്ലാം കഴിച്ചില്ലേ? കഴിക്കാൻ എവിടെ നിന്നിരിക്കണേ? ഇനി കഴിഞ്ഞില്ലേ? ചിക്കനും കൂടെ ആയാല് ബാക്കിയുള്ള വഴി കഴിഞ്ഞു. അതെ, ഇവിടെ കൂട്ടിട്ടടാ. അല്ലടാ പറയണ കേക്കു ഗൈസ്. ഞാനവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കായിരുന്നു ഗ്യാസ് കൊണ്ട് കൂട്ടിട്ട്. പറഞ്ഞോ എങ്ങനെയുണ്ട് പാപ്പു? പാപ്പുണ്ടാക്കിയണ്ട കളറുണ്ടായിരുന്നു, ഭംഗിയുണ്ടാവും, അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഞാനോട് പറഞ്ഞ പണി വസിട്ട് അതേപോലെ ഉരുളക്കാണ് കഴുകണേ. അവിടെ വാഴക്കിട്ട് റെഡി ആയിട്ടുണ്ട്. എന്റെ പാപ്പിനെ കാട്ടു നോക്കിയേ. എന്തായി കഴിഞ്ഞ? ഇനി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും കൂടെ ഉള്ളൂ. നിങ്ങളുടെ അവിടെ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ടാട്ടെ. ഇതൊക്കെ ഇപ്പൊ തണവ് മാറും. പപ്പടം എടുക്കല്ലേ? പപ്പടം ലാസ്റ്റ് ഉണ്ടോയാ മതി. അതെ, പപ്പടം മൂടി വെച്ചോ. കാരണം അത് തണുത്തു. പസിയാക്ക് എന്തെങ്കിലും ഒരു പണിതാ പണിതാന്ന് പറഞ്ഞിട്ട് നടക്കുന്നു. അതെടുക്കാൻ പോയില്ലല്ലോ നീ. ഈ ഗർഭിണിയെ കൊണ്ട് പണിയെടുപ്പിക്കണെന്ന് വിചാരിക്കണ്ട. ഭയങ്കര ഇഷ്ടമായിട്ട് ഒന്നും ചെയ്യിപ്പിക്കണില്ല. ഞങ്ങൾ അവൾക്ക് ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് പറയുന്നോണ്ട്. എന്താ ശ്രീ? അതെ, വീഡിയോയില് പണിയെടുക്കണ പോലെ കാണിക്കണേ എല്ലാരും. ഞങ്ങള് ചീത്തറിയേ. എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ ലാസ്റ്റ് ഇതൊക്കെ ഇല്ലേ ഈ ബിരിയാണി ചെമ്പൊക്കെ അതൊക്കെ കഴുകാൻ ഉണ്ണിനെ കടിച്ചോളാം. അതെ, ബാക്കി ഇതൊക്കെ ഉരച്ച് കഴുകിട്ട് പോയാൽ മതി. വീണ്ടും വീണ്ടും നീ പൊട്ടാന്ന് തെളിയിക്കണതിനെ എന്താണ് ഇവൻ ഉണ്ടാക്കിയതുകൊണ്ട് പാപ്പുവിന്റെ കൂട്ടണ്, അതുകൊണ്ടാണ് കരിഞ്ഞു പോണത്. ചിക്കൻ ആയിട്ടില്ലട്ടാ. നീ പാപ്പു അത് പൊട്ടിക്കാൻ പോണേ? കരിയും, അല്ലെങ്കിൽ വേവൂല. ഇവിടെ വെച്ചേ. ഇവിടെ വെച്ചല്ല, ഇവിടെ വെച്ച് കൂടാറോടാ. താൻ പാതി ദൈവം പാതി അല്ലേ? ഇല്ലടാ, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. കാണികള് മസാലല്ലേ പറയല്ലേ? എല്ലാവരും ആകാംക്ഷയിലാണ്. അടി മസാല റൈസ് സൈഡിൽ നിന്ന് വിട്ടിട്ട്
അപ്പൊ മിക്സ് ആക്കുന്നില്ല മണ്ടൻ അറിഞ്ഞൂടാ ആ mix എടാ ആക്കിക്കോ ബാപ്പു. മിക്സ് ആക്കട പൊട്ട മസാല സെപ്പറേറ്റ് വേറെ ആക്കട മസാല ചോറ് അയ്യ സുഖം വേണ്ടടാ. ഫുൾ സെറ്റ് ഫുൾ mix ആക്കാം. കയ്യിലിത് പോരാ മറ്റേ കൊടുക്ക് വലുതെടുത്തുണ്ടോ അപ്പോഴാ കാര്യം പണിക്കരുത് ഇങ്ങനെയല്ലടാ വേറെ അതുകൊണ്ടാക്കാം. അങ്ങനെയല്ല തിന്നുണ്ട് ശരിക്കും ആ വേറെ പാത്രത്തിലാക്കണം ശരിക്കും എടുക്കാനുള്ള ചെലവ് ഇങ്ങനെ തന്നെ കാലൊക്കെ പോകാൻ ആ ഓട്ടെ അങ്ങനെ ഇല്ലടാ നിന്നെ പേടിക്കല നീ നീ അത് മിക്സ് ആക്കിക്ക നീയേ പാത്തു അല്ലേ, mix ആക്കി ഇങ്ങനെ കഴിഞ്ഞാ? ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കാട്ടടാ പാപ്പിന്റെ തണ്ടലടിച്ചെടുക്കാനേ അല്ലെങ്കിൽ ഏതാണ്ടല്ലോ അല്ലെങ്കിൽ ഒരു തണ്ടല്ലോ കൈലണ്ടി കണ്ണന്മാർ ചോറിനുണ്ട് അതെ അവൾക്ക് കൊടുത്തിട്ടാണ് തുടങ്ങാൻ ഒന്നും കൂടെ മസാല ആക്കിയടാ മസാല ആക്കാത്തത് വേണ്ടടാ പാപ്പു ആ ചോറ് കൊടുത്തോളും ഉണ്ണികൾക്ക് അവിടെ ഉണ്ണികൾക്ക് വേണ്ടേ ഈ ചോറ് കൊടുത്തോളാം നമ്മക്കല്ലേ ഫാസിലാണത് പപ്പടം നമുക്ക് സെന്ററിൽ വെക്കാം അവിടെ വെച്ചോ പൊട്ടിച്ചിരുന്നില്ല സെന്ററിൽ അല്ല മൊത്തല്ല പകുതി ഈ തസ്ലി എങ്ങനെയുണ്ട് കഴിച്ചു വെക്കോ മുസിന നല്ല ബിരിയാണി എടാ ഇതുണ്ടല്ലോ അപ്പൊ അത് നിർത്തോ പോയോ ചോദിച്ചു ഗർഭം പപ്പടം അച്ചാറോടറാ അച്ചാറോടറ മോണിക്ക് നീ പറ്റിട്ട് എവിടെ ഒട്ടി പിടിച്ചിരിക്കണേ എടുക്ക് പപ്പടം വേണ്ടേ നീ നേടി പഠിക്കുന്നിട്ടുണ്ട് ചില തിന്നൊന്നില്ല അത്രേ എങ്ങനെ ചിന ഫുഡ് അടിപൊളി കിട്ടില്ലേ കിട്ടില്ലേ പാപ്പു വെച്ചായിരിക്കും ഫുഡും കഴിഞ്ഞ് എല്ലാം നല്ല റെസ്റ്റാണ് നീ കേക്ക് തിന്നണം ഒക്കെ ക്ലീൻ ചെയ്യണം എല്ലാവരും വിശ്രമമായി കസ്ലി അടിച്ചു തരുന്നുണ്ട് ആ കാലം കണ്ട് കുറച്ചുകൂടി ഇവിടൊക്കെ ഫുള്ള് ക്ലീനായി സെറ്റാക്കിയിട്ടുണ്ട് ഈ തസ്ലിയുടെ ഉമ്മ കാണുന്നുണ്ടെങ്കിൽ നോക്കിക്കോ സെറ്റാക്കിയിട്ടുണ്ട് സീബ് പോയിട്ടുണ്ട് അപ്പൊ ആ സീബിനെയും വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഇരിക്കുന്ന എല്ലാവരും ഒരു കേക്ക് കട്ടിങ് കൂടെ ഉണ്ട് വാ
ആ കിണ്ണെന്ന് പറയാ കാലില് വരാ മുടി മീനുക്കി തോട് മുത്ത് വെച്ച വള തോട് മുത്ത് വെച്ച വള ഇനി ചെക്കൻ്റെ വീട്ടാനെ പോടിച്ചോ അവിടമ്പത്തൊമ്പത് കൊമ്പന്മാരുടെ പൂര. ചെറിയൊരു കേക്ക് കട്ടിങ് കൂടിയിട്ട് പരിപാടി നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. തസ്ലി ദേ ഉണ്ണി സീബ് വന്നില്ലല്ലോ. പോവാനിറങ്ങിയിട്ടും പിന്നെ ഇരിക്കണം എല്ലാരും. തോന്നുന്നുണ്ടാവില്ല ചേട്ടാ. ആരെ ദിനേശിനെ ഡെലിവറി കഴിയുമ്പോ പറയട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.